കലയും സർഗാത്മകതയും ഒത്തുചേർന്നപ്പോൾ മറ്റക്കുഴി ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയം ആവേശക്കടലായി മാറി. ക്യാമ്പസ് മുറ്റത്ത് വീണ്ടും വർണ്ണങ്ങളുടെ ഉത്സവം തീർത്തുകൊണ്ടാണ് ഹാഗിയ സോഫിയ പബ്ലിക് സ്കൂൾ കൾച്ചറൽ ഫെസ്റ്റ് റെയിൻബോ 2026 ഔദ്യോഗിക തുടക്കം കുറിച്ചത്. ജനപ്രിയ പിന്നണി ഗായിക നിത്യ മാമൻ ഭദ്രദീപം തെളിയിച്ച് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി ജീവിതം ശരിയായ രീതിയിൽ ആസ്വദിച്ച് മുന്നേറണമെന്നും കലയെ ഒരു ലഹരിയായും ദൈവികമായ അനുഗ്രഹമായും കണ്ടു വളരണമെന്നും നിത്യമാമൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൂടെ സന്ദേശവും നൽകി. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് ഓരോരുത്തരും. നമ്മളെപ്പോഴും ന്യൂസിൽ കാണാറുണ്ട്, ഒരുപാട് കുട്ടികളുടെ കഥകളും ഇങ്ങനെ റീൽസിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം അതിലേറ്റവും വിഷമം തോന്നിയിട്ടുള്ള കാര്യം ഓപ്പറേഷൻ തൂഫാൻ വഴി ഇങ്ങനെ കുറച്ച് സ്റ്റോറീസ് കാണുമ്പോഴാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കൂൾ ജീവിതം ആ ഒരു ഇന്നസെൻസിൽ തന്നെ പോട്ടെ, കല തന്നെ ആവട്ടെ നിങ്ങളുടെ ലഹരി, അതന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് ദൈവികമായിട്ട് തന്നെ പോട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഒരു ദിവസം റെയിൻബോ 2026 എല്ലാ ആശംസകളും നേരുന്നു. എല്ലാം സൂപ്പർബായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്കൂൾ വൈസ് ചെയർമാൻ റവറന്റ് ഫാദർ CA പൗലോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബാബു ജോസഫ്, സെക്രട്ടറി TV കുര്യൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ട്രഷറർ സിറിൽ എൽദോ, മാനേജ്മെന്റ് പ്രതിനിധികളായ VE മത്തായി, മോഹൻ മത്തായി, PTA പ്രസിഡന്റ് ജോജി TJ, ആർട്സ് ക്ലബ്ബ് സെക്രട്ടറിമാരായ ജെന്നിഫർ ആൻഡ് ജോർജിൻ, ശിവചന്ദ്ര സ്വരാജ് എന്നിവർ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിൽ മിന്നുന്ന വിജയം കൈവരിച്ച പ്രതിഭകൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ വെച്ച് നിത്യമാമൻ നിർവഹിച്ചു. രണ്ട് ദിവസങ്ങളിലായി ഒരുക്കിയിരുന്ന മാമാങ്കത്തിന് വെള്ളിയാഴ്ച തിരശ്ശീല വീഴും.